വെൽക്കം ബാക്ക് ടു ലൈഫ് സ്റ്റോറീസ് വിത്ത് ഗായത്രി അരുൺ. ഒരു കുക്കിംഗ് വീഡിയോ ആണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. സിംഗിൾ ഇൻഗ്രീഡിയൻറ്റ് റെസിപ്പിയാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഒറ്റ ഇൻഗ്രീഡിയൻറ്റേ ഉള്ളൂ, ദാറ്റ് ഈസ് ബ്രെഡ്. ബ്രെഡ് എന്ന് കാണുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് മുഖം ചൊളിക്കും. കാരണം ഇപ്പം ബ്രെഡ് യൂസ് ചെയ്യാൻ പാടില്ല, ഹൈ ബ്ലഡ് ഷുഗർ ആണ്, ഹൈ ഷുഗർ കണ്ടൻ്റ് ഉണ്ട്, മൈദയാണ്, അതൊക്കെ നമ്മുടെ ബ്ലഡ് ഷുഗറൊക്കെ ഇൻക്രീസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഡയറ്റ് കോൺഷ്യസ് ആയിട്ടുള്ള പലരും ബ്രെഡ് ഉപയോഗിക്കാറില്ല. റീസെൻ്റ്ലി ഒരു സ്റ്റഡിയിൽ ഞാൻ കണ്ടത്, ബ്രെഡ് അവരുടെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്ത ആളുകൾക്ക്, ബ്രെഡ് അത്ര ഇഷ്ടമുള്ള ആളുകൾക്ക് എങ്ങനെ കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെഡ് ഓവർനൈറ്റ് ഫ്രീസ് ചെയ്യാം. ഫ്രീസ് ചെയ്യുമ്പം ഇതിനകത്തെ സ്റ്റാർച്ച് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് റെസിസ്റ്റൻസ് സ്റ്റാർച്ച് ആയിട്ട് മാറും. അത് നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് എളുപ്പമുള്ളതായിട്ട് മാറും. അപ്പോൾ അങ്ങനെ ഫ്രീസ് ചെയ്തിട്ട് ടോസ്റ്റ് ചെയ്ത് കഴിക്കാം. അങ്ങനെ ആകുമ്പോൾ ബ്രെഡ് കുറച്ച് ഹെൽത്തിയാണ്. സോ ഇന്നിപ്പം നമുക്ക് ആകെ വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബ്രെഡാണ്. ബ്രെഡ് വെച്ച് എയർ ഫ്രൈയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആൻഡ് ഈസി സ്നാക്ക് ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ഈ ബ്രെഡിൻ്റെ സൈഡിലത്തെ ഈ ബ്രൗൺ ഇതൊന്ന് കട്ട് ചെയ്ത് കളയാം. സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ എന്തെങ്കിലും റൗണ്ട് ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പാകത്തിനുള്ള എന്തെങ്കിലും ഒരു മോൾഡോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു കുപ്പിയുടെ അടപ്പാണെങ്കിലും മതി. നമുക്കിത് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി അഥവാ എയർ ഫ്രയർ ഇല്ലാത്തവരൊന്ന് ഓയിലിൽ ഫ്രൈ ചെയ്ത് നോക്കുക. അതെങ്ങനെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. പക്ഷേ എയർ ഫ്രയർ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ മൈക്രോവേവ് ചെയ്ത് നോക്കുക. എന്തായാലും ഇതൊരു ക്രിസ്പി ആയിട്ട് കിട്ടണം, അതാണ് വേണ്ടത്. ഒരു ചിപ്സ് പരുവത്തിൽ കിട്ടണം. നമ്മളിവിടെ കുക്കിങ്ങിനിടയിൽ കിടക്ക വിൽപ്പനയായിട്ട് രണ്ടുപേര് വന്നിട്ടുണ്ട്. വേണ്ട വേണ്ട, കിടക്കൊന്നും വേണ്ട, പൊക്കോ. വേണ്ട 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 വേണ്ട. ഓണത്തിന്റെ ഇടയിൽ പുട്ട് വെച്ചോണം. കുറച്ചേരം ഒന്നും മിണ്ടാതിരിക്കോ. ഞാനിതൊന്ന് എടുത്തോട്ടെ വീഡിയോ പ്ലീസ്. ശരി, അപ്പോൾ നമ്മൾ ബ്രെഡൊക്കെ ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ബൗളിലേക്ക് ഇട്ടിട്ട് കുറച്ച് നേരം നമുക്കൊന്ന് എയർ ഫ്രയർ പ്രീഹീറ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു 5 minutes, ഒരു 180 ഡിഗ്രിയിൽ. ഇനി ആ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് മുളക് പൊടിയും കുറച്ച് എണ്ണയും, ഇത്രയും മതി ഇതിനകത്ത്. എരിവ് അനുസരിച്ചിട്ടോ, കാശ്മീരി ഉണ്ടെങ്കിൽ നല്ലതാണ്, അപ്പോൾ ആ ഒരു കളർ കിട്ടും. ഉപ്പ് വേണമെന്നില്ല, കാരണം ബ്രെഡിൽ ഓൾറെഡി ഉപ്പുള്ളത് കൊണ്ട് കുറച്ച് എണ്ണയും കൂടെ തൂവാം. ഇത് ഇളക്കുമ്പോഴൊക്കെ നന്നായി ശ്രദ്ധിക്കണേ, കാരണം പൊടിഞ്ഞു പോവാതെ നോക്കണം. ഇപ്പം തന്നെ കുറച്ചൊക്കെ പൊടിഞ്ഞു. പാപ്പി പാപ്പി നമുക്ക് ഈ മുളക് പൊടി എടുത്തത് ഇതിന് ശേഷമാണേലും ഇടാം കേട്ടോ. നമുക്കിനി ഇതൊന്ന് എയർ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് കുറച്ച് ഓയിൽ അല്ലെങ്കിൽ നെയ്യ് തൂവിയെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് നെയ്യാണ് തൂവണേ. പുറത്ത് ഇതിലൂടെ ഞാൻ നെയ്യ് ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് ഒരു 5 to 7 minutes, ഒരു 10 minutes നമുക്ക് വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 10 minutes വെച്ചിട്ടുണ്ട്. അതാവുന്ന സമയത്ത് അവിടെ എന്താ ബഹളം എന്നോ നോക്കിയിട്ട് വരാം. വാ. എവിടെ? ഏതിനകത്ത്? അതാണോ മണം വന്നേ? അപ്പൊ കുറച്ച് നേരമായിട്ട് ഇവിടെ വന്നപ്പോൾ മുതൽ എന്തോ ഒരു സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. നമ്മളപ്പോൾ കിടക്കയിൽ അവന് മൂത്രം വെച്ച് ആരും കിടക്കയിൽ എന്തോ കാര്യമായി. സത്യം അതല്ല കേട്ടോ, ഇന്നലെ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് വെള്ളം അതിനകത്ത് വീണായിരുന്നു. അപ്പം അതിൻ്റെ ആണ് എന്ന് വെച്ചാൽ നമ്മൾ മറ്റേ എന്താണ് അത് നെബുലൈസ് ചെയ്യുന്ന ആ മെഷീനിൽ നിന്ന് വെള്ളം മറിഞ്ഞ് അതിനകത്ത് വീണായിരുന്നു. അപ്പോൾ അതിൻ്റെ ആയിരിക്കും എന്ന് ചോദിച്ചാൽ നമ്മൾ കിടക്കൊക്കെ എടുത്ത് വെയിലത്തിട്ടു. പക്ഷെ അതല്ല, ഒരു പൂച്ചക്കുഞ്ഞ്
വെച്ച് അടുകിയിരിപ്പുണ്ടായിരുന്നു അത്ര. പോപ്പി 10 മിനിറ്റ്സാണ് പറഞ്ഞത്, പക്ഷെ 7 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ആയിട്ടുണ്ട്. നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാനിത് ആക്ച്വലി ഒരു വീഡിയോയിൽ കണ്ടിട്ട് ചെയ്ത് നോക്കിയതാണ്. ഇതെനിക്ക് തോന്നുന്നു ഇത്തിരി കരിഞ്ഞു പോയോ എന്നൊരു സംശയമുണ്ട്. 10 മിനിറ്റ് അല്ല, ഞാൻ 7 മിനിറ്റിൽ എടുത്തു, പക്ഷേ ഇത്രയും ഡാർക്ക് ആവണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു വൈറ്റ് ഷെയ്ഡിൽ തന്നെ കുറച്ച്, അതുപോലെ തന്നെ കുറച്ചുകൂടെ തിന്നാക്കണമായിരുന്നു. അപ്പം മേടിച്ച് അന്ന് തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കുറച്ച് സോഫ്റ്റ് ബ്രെഡിൽ നല്ല തിന്നായിട്ട് പരത്തിയിട്ട് വേണം ഉണ്ടാക്കാൻ. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതിൻ്റെ എല്ലാ പോരായ്മകളുണ്ട്. ഇനി ഞാൻ ടേസ്റ്റ് നോക്കട്ടെ. മുളക് നോട്ട് ബാഡ്. നമ്മളെടുക്കുന്ന എഫേർട്ടിനുള്ള ഫലം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലും നല്ല നല്ല ചിപ്സ് മേടിച്ച് കഴിക്കുന്നതായിരിക്കും. പക്ഷേ എന്താ പറയുക, പെട്ടെന്ന് നമുക്കൊരു സ്നാക്കിങ് ആവശ്യമുണ്ട്. നമുക്കൊരു എന്തെങ്കിലും ഒരു മൂവി ടൈമിലൊക്കെ പെട്ടെന്ന് വേറെ ഒന്നുമില്ല സ്നാക്സ് ആയിട്ട്, എന്തെങ്കിലും ഒന്ന് കുറിക്കാൻ തോന്നില്ലേ ചില സമയത്ത്, എന്തെങ്കിലും ക്രിസ്പി ആയിട്ട് കഴിക്കണമെന്ന്. ആ സമയത്ത് ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. എയർ ഫ്രയർ ഉണ്ടെങ്കിൽ എന്തായാലും ഇത് നോട്ട് ബാഡ്. പക്ഷെ ഞാൻ ആ വീഡിയോയിൽ കണ്ട പോലത്തെ ഒരു വാവ് ഫീലൊന്നും ഇതിനില്ല. ബട്ട് ഓക്കെ, എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാം. വൺസ് ഒന്ന് ട്രൈ ചെയ്ത്, ചിലർക്ക് ഈ ബ്രെഡ്, ടോസ്റ്റഡ് ബ്രെഡിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തോളൂ. എന്തായാലും ഫ്രീ ടൈം കിട്ടുമ്പോൾ ബ്രെഡും ഉണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യുക. എയർ ഫ്രയറും വേണം. ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.